മാമി തിരോധാന അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടായെന്ന റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി മാമിയുടെ കുടുംബം. പോലീസിന് വീഴ്ചയുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നുവെന്ന് മകൾ പറയുന്നു. ഉപ്പയ്ക്ക് എന്താണ് പറ്റിയത് എന്നറിയണമെന്നും മകൾ അദീബ നൈന പറയുന്നു. അറിയില്ല, നമ്മൾ ഫസ്റ്റ് മുതലേ പറയുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടായിരുന്നു, അവർ അന്വേഷിച്ചതിൽ പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ എന്താ പറയേണ്ടതെന്നറിയില്ല. നമ്മൾ അത്രയും കാലമായിട്ട് ഉപ്പനെ വെയിറ്റ് ചെയ്ത് ഉപ്പയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ റൈറ്റാണ് എൻ്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയാൻ. ഇത്രയും കാലമായിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല. കേസ് അട്ടിമറിക്കാൻ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്നുകൂടി അന്വേഷിക്കണമെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്ന് ഈ ആരോപണ വിധേയരായ ഈ ഉദ്യോഗസ്ഥരോട് മാമി പോയ ആ രാത്രിയിൽ മാമിയുടെ ഭാര്യ പരാതി കൊടുത്തതിന് ശേഷം പിന്നീട് ഈ കേസ് അട്ടിമറിക്കാൻ ഈ പോലീസിനെ, ഈ 4 പോലീസുകാരോട് ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്ന് അറിയേണ്ട അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഈ പോലീസിൻ്റെ മേൽഘടകത്തിന് ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, നേരത്തെ പി വി അൻവറൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇതിൽ അട്ടിമറി സംഭവിച്ചു എന്ന കാര്യമൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച റിപ്പോർട്ടും പുറത്തു വരുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നർക്കോട്ടിക്സ് ACP ഉത്തരമേഖല IG-ക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ നടക്കാവ് സ്റ്റേഷനിൽ, ഈ കേസ് വന്ന സമയത്ത് നടക്കാവ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രാഥമിക ഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് മുൻപേ തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പോൾ വീണ്ടുമുള്ള അന്വേഷണത്തിൽ അത് തെളിയുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ മുൻ SHO ആയിരുന്ന ജിജീഷ് ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അതായത് ഈ ആദ്യഘട്ടത്തിൽ മാമിയെ കാണാനില്ല എന്നൊരു കേസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയ ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതായത് അന്ന് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ള ആളുകളുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയില്ല. ഇദ്ദേഹത്തെ അവസാനമായി കണ്ടിട്ടുണ്ടായിരുന്ന GD ടവർ ഉണ്ട്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. ഇദ്ദേഹം പോകാനിടയുണ്ടായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്, ഇവിടുത്തെ ഒന്നും തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് ആ സമയത്ത് കൃത്യമായി പോലീസ് പരിശോധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് പിന്നിൽ ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്നും കുടുംബവും അതോടൊപ്പം തന്നെ മാമി ആക്ഷൻ കൗൺസിലും ആരോപിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇവർ ആദ്യഘട്ടം തൊട്ട് തന്നെ ആരോപിക്കുന്നുണ്ട്. അതായത് ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ഈ മാമിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും ആദ്യഘട്ടം മുതൽക്കേ തൊട്ട് തന്നെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ നർക്കോട്ടിക്സ് ACP നൽകിയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഇവരുടെ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാതിരിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലെ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എവിടെ നിന്നാണ് ഉണ്ടായത് എന്നും കണ്ടുപിടിക്കണമെന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ കാലങ്ങളായി ഇവർ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വരികയാണ്. ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുന്നുണ്ട് എന്നാണ് അറിയുന്നത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻസും ഈ കുടുംബത്തിന് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാമിയെ കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ, ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ശ്രമം നടത്തിയിരുന്നെങ്കിൽ അത് ഫലപ്രദമായിരുന്നേനെ എന്നൊരു ആക്ഷേപം കൂടിയാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ നർക്കോട്ടിക്സ് ACP ഉത്തരമേഖല IG-ക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ശരി ബെൻസൺ, എന്തായാലും 2023 കാണാതായതാണ് മാമി. ഇതുവരെ ഈ 2 വർഷം കഴിയുമ്പോഴും ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും കുടുംബവും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണമെന്ന ആവശ്യം ഉയർത്തുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്